കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൂൾ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്നും പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഓരോ ബീഡിൻ്റെയും വാല്യൂ നോക്കാം. അപ്പം ടൂളിൽ 1, 2, 3, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നും 1, 2, 3. ഇതാണ് മിഡിലിലത്തെ വൈറ്റ് പോയിന്റ്. ഇവിടെ ഒരു വൈറ്റ് പോയിന്റ് കാണാം. ഈ മിഡിലുള്ള ഈ വൈറ്റ് പോയിന്റാണ് വൺസിൻ്റെ പ്ലേസ്. ഇത് വൺസിൻ്റെ പ്ലേസ്, തൊട്ടിപ്പുറത്തുള്ളത് ടെൻസിൻ്റെ പ്ലേസ്, ലെഫ്റ്റിലേക്കുള്ളത് ഇത് വൺസിൻ്റെ പ്ലേസ്. ഈ വൈറ്റ് ഡോട്ട് ഉള്ളത്, മിഡിലുള്ള വൈറ്റ് ഡോട്ട് ഉള്ളത് വൺസിൻ്റെ പ്ലേസും, തൊട്ടിപ്പുറം ടെൻസ്, അതിൻ്റെ ഇപ്പുറം 100, അങ്ങനെയാണ് വരിക. നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് വൺസിൻ്റെ പ്ലേസിലുള്ള ഓരോ ബീഡിൻ്റെയും വാല്യൂ ആണ്. ഇപ്പോൾ താഴെയുള്ള ഇവിടെ മുകളിൽ കുറേ ബീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ കുറച്ച് ബീഡ്സ് ഉണ്ട്. മുകളിലുള്ള ബീഡ്സിന് പറയാം അപ്പർ ബീഡ്സ് എന്നാണ് പറയാം. അതുപോലെ തന്നെ താഴെയുള്ള ബീഡ്സിന് ലോവർ ബീഡ്സ് എന്നാണ് പറയുക. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ട് ഒരു ബ്ലാക്ക് ഒരു ലൈൻ കാണുന്നുണ്ട്, അത് ബീം എന്നാണ് പറയുക, ബീം. അപ്പം ഈ ഒരു ബീമിനെ ഒരു ബീഡ് ടച്ച് ചെയ്താലാണ് ആ ബീഡിന് വാല്യൂ വരിക. അപ്പം നമുക്ക് നോക്കാം. ഇതിപ്പോൾ വൺസിൻ്റെ പ്ലേസ് ആണെന്ന് പറഞ്ഞു. അപ്പം വൺസിൻ്റെ പ്ലേസ് ആയതുകൊണ്ട് ഈ താഴെയുള്ള ഓരോ ബീഡിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1, 2, 3, 4. അപ്പം ഒരു ബീഡ് മാത്രം ഈ ബീമിൽ ടച്ച് ചെയ്ത് വന്നാൽ അത് 1 ആണ്. ഇനി 2 ബീഡ് ഈ ബീമിനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 1, 1, 2, 1, 2. ഇനി 3 ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 3. ഇപ്പം 4 ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ വാല്യൂ 4. ഇനി മുകളിലുള്ള ബീഡ്, വൺസിൻ്റെ പ്ലേസിൽ മുകളിലുള്ള ബീഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഈ 5 ഈ ബീമിനെ ടച്ച് ചെയ്തിട്ട് വെച്ചാലാണ് ഇവിടെ ഈ ഒരു ബീഡിന് 5 ഉള്ള വാല്യൂ വരിക. അപ്പം 1, 2, 3, 4, 5, 6, 5, 6, 5, 6, 7, 5, 6, 7, 8, 5, 6, 7, 8, 9. ഇങ്ങനെയാണ് ബീഡിൻ്റെ വാല്യൂ.